ഹലോ ഗായ്സ്, ഞാൻ വിഷ്ണു ചന്ദ്രൻ. ട്വിസ്റ്റ് ആൻഡ് ടേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു 3x3 റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു മുമ്പായി നമ്മൾ ഒരു ക്യൂബ് എന്താണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ക്യൂബിൽ 6 സെൻറ്റർ പീസുകളാണുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ സെൻറ്റർ പീസുകൾ. അതിൻ്റെ സ്ഥാനങ്ങൾ എത്രയൊക്കെ നമ്മൾ ഷഫിൾ ചെയ്യാലും മാറില്ല, അത് ഫിക്സ് തന്നെ ആയിരിക്കും. അതായത് ഉദാഹരണം, വെള്ളയുടെ ഓപ്പോസിറ്റ് എപ്പോഴും മഞ്ഞ, പച്ചയുടേത് നീല, ചുവപ്പിന് ഓറഞ്ച്, ഇങ്ങനെ ആയിരിക്കും ഓപ്പോസിറ്റ്. അത് എത്രയൊക്കെ ഷഫിൾ ചെയ്താലും നമ്മൾ അത് മാറുകയില്ല. പിന്നെ അതുകൂടാതെ ഇതിൽ 12 എഡ്ജ് പീസുകളുള്ളത്. ഇതാണ് എഡ്ജ് പീസുകൾ. 2 കളറുള്ള ഇതാണ് എഡ്ജ് പീസുകൾ. ഇത് 12 എണ്ണം നമുക്ക് കാണാൻ കഴിയും. കൂടാതെ 8 കോർണർ പീസുകളും ഉണ്ട്. ഇതാണ് കോർണർ പീസുകൾ. 3 കളറുള്ളതാണ് കോർണർ പീസുകൾ. ആദ്യം നമ്മൾ ഇതിൻ്റെ കുറച്ച് റൊട്ടേഷൻസ് പരിചയപ്പെടാം. നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ലെയർ, ഇത് ക്ലോക്ക് വൈസിൽ കറക്കിയാൽ എഫ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ എഫ് പ്രൈം. റൈറ്റ് ലെയർ ക്ലോക്ക് വൈസിൽ കറക്കിയാൽ ആർ, ആൻറ്റി ക്ലോക്ക് വൈസിൽ ആർ പ്രൈം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് എൽ, എൽ പ്രൈം. ബാക്ക് ലെയർ ബി, ബി പ്രൈം. അപ്പർ ലെയർ യു, യു പ്രൈം. ഡൗൺ ലെയർ ഡി, ഡി പ്രൈം. എം, എം പ്രൈം. ഇത്രയുമാണ് നമ്മളെ റൊട്ടേഷൻസ്. നമ്മൾ പറഞ്ഞതുപോലെ 5 ഘട്ടങ്ങളായിട്ടാണ് ഇത് നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യുന്നത്. സോ അതിനായി നമുക്ക് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ രീതി, അതായത് വെള്ള സെൻറ്ററാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത്. വെള്ള സെൻറ്റർ വരുന്ന വശമാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത്. അതിനായി നമുക്ക് വെള്ളയിൽ ആദ്യം ഒരു ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രോസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ സൈഡിലുള്ള സെൻറ്റർ പീസിന് മാച്ചായിട്ടുള്ള കളറായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിനായിട്ട് ആദ്യം വെള്ളയിൽ നമ്മൾ ഫോം ചെയ്യുന്നതിന് പകരം മഞ്ഞ സെൻറ്റർ എടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റായ മഞ്ഞ സെൻറ്റർ എടുക്കുക. അവിടെ ഈ 4 പീസുകളും വെള്ളം എത്തിക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് രീതി. ഇവിടെ നമുക്ക് ആദ്യം ഒരെണ്ണം സോൾവ്ഡായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ടോപ്പ് ലെയർ എത്തിക്കാം. നമ്മളെ ഫേസ് ചെയ്ത് വലത്തെ സൈഡിൽ ഇരിക്കുന്ന പീസിനെ നമുക്ക് മേളിൽ കൊണ്ടുവരാനായി ഒരു ലെയർ മേളിലോട്ട് കറക്കിയാൽ മതി. അതുപോലെ ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് സിറ്റുവേഷൻ വേറെയാണ് വന്നേക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ഇതിനെ നമുക്ക് നമ്മുടെ സൈഡിലെത്തിക്കുക. ഈ താഴെ ഇരിക്കുന്നതിന് പകരം സൈഡിലെത്തിക്കുക. അതിനായി നമുക്ക് ഒരു ലെയർ തിരിച്ചാൽ മതിയാവും. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു കേസും കൂടി വരും. ഇത് കാരണം തിരിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ബ്രോക്ക് ആവും. നമ്മൾ ചെയ്തു വെച്ചത് മാറിപ്പോവും. അപ്പോൾ എന്താ വേണം, ഇത് ചെയ്യുക. ഇതിനെ മേളിൽ കൊണ്ടുവരാൻ നമുക്ക് മേളിലോട്ട് കറക്കിയാൽ മതി. അതിൻ്റെ കൂടെ ഈ മാറിയത് തിരിച്ച് അതേ കണക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ 4 വെള്ളം എത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇരിക്കുന്നത് പോലെ വെള്ളയുടെ കൂടുള്ള കളറ് അതിൻ്റെ സെൻറ്റർ പീസുകളുമായിട്ട് മാച്ച് ചെയ്യുക. ഇതുപോലെ ഗ്രീൻ ഇട്ടിരിക്കുന്നത് പോലെ മാച്ച് ചെയ്യുക. 2 വട്ടം കറക്കുക. അടുത്ത പീസ് എടുക്കുക. റെഡും ഇവിടെ മാച്ചായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ 2 വട്ടം കറക്കുക. ഇതിൻ്റെ കൂടെ ഓറഞ്ചിൻ്റെ കൂടെ ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുക. 2 വട്ടം കറക്കുക. ഇനിയുള്ളത് ഒരു പീസാണ് ബ്ലൂ. ഇതിനെ നമ്മൾ നേരെ കറക്കി ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യുക. 2 വട്ടം കറക്കുക. ഇത് നമ്മൾ 2 വട്ടം കറക്കുന്നത് നമ്മൾ നേരെ ഈ വെള്ളയിലാണ് എത്തുക. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതിനാണ് നമ്മൾ ഈ വിട്ടിരിക്കുന്നതിനെ 2 വട്ടം കറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെള്ളയിലെത്തും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തത്.
ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് കിട്ടിയിരിക്കുകയാണ്. ഈ ബാക്കി വരുന്നതൊന്നും നമ്മൾ സോൾവ് അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യരുത്. നമുക്കിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ക്രോസും ചെയ്തു, അതിൻ്റെ കൂടെ ഇതാ മിഡിൽ ലെയറിന് മാച്ചായിട്ടുള്ള മിഡിൽ പീസ് സെൻറ്റർ പീസിന് മാച്ചായിട്ടുള്ള പീസാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം ഈ ക്രമത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഘട്ടം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ കോർണർ പീസുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ രണ്ടെണ്ണം, ഇത് രണ്ടും മാച്ചാണെങ്കിലും ഈ ക്യൂബുകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ കറക്റ്റ് പ്ലേസസ് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഓറഞ്ചിൻ്റെയും ഗ്രീനിൻ്റെയും സെൻറ്ററിലുള്ള കോർണർ പീസ്, വൈറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന കോർണർ പീസ്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രീനും റെഡുമാണ്. ഇവിടെ ഇരിക്കുന്ന പീസ് അതായത് ബ്ലൂ ഓറഞ്ചാണ്. ഇതല്ല ഇവിടെ വരേണ്ടത്. അതിനെ നമ്മൾ ആ പീസ് കണ്ടുപിടിക്കുക. നമുക്കിവിടെ ഒരു പീസുണ്ട്, അതിനെ കിട്ടുന്ന പീസിനെ നമ്മൾ ആദ്യം എടുത്ത് പ്ലേസ് ചെയ്യുക. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് വൈറ്റിൻ്റെ കൂടെ റെഡ് ബ്ലൂ വരുന്ന പീസാണ്. ഇതിനെ നമുക്ക് ടോപ്പിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ആൽഗോരിതം യൂസ് ചെയ്താൽ മതി. ഇത് നമ്മളെ റൈറ്റ് സൈഡിലായതുകൊണ്ട് ഏത് കളറാണോ വന്നേക്കുന്നത്, അതായത് റെഡ് ബ്ലൂ, ഇവിടെ റെഡ് ബ്ലൂ, അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡ് വെച്ചിട്ട് ഈ ആൽഗോരിതം അപ്ലൈ ചെയ്യുക. ആർ പ്രൈം ഡി പ്രൈം ആർ ഡി, 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 ആർ പ്രൈം ഡി പ്രൈം ആർ ഡി. ഇപ്പോൾ നമുക്കിത് ഇവിടെ സോൾവായി ലഭിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത് ബിഗിനേഴ്സിനായിട്ടുള്ളത്. അടുത്തതായി നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ ഒരു പീസ് പ്ലേസ് ചെയ്യാണ്ട്, ഇവിടെ പ്ലേസ് ചെയ്യാണ്ട്. ഇത് രണ്ടും ടോപ്പ് ലെയറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനാൽ നമ്മൾ ഒരു വട്ടം ഈ ആൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആർ പ്രൈം ഡി പ്രൈം ആർ ഡി. ഇപ്പോൾ നമുക്കിതിനെ നമ്മളെ താഴത്തെ ലെയറിൽ തന്നെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളെ ക്രോസ് ഒരിക്കലും മാറാൻ പാടില്ല. ഇത് നീക്കി കഴിഞ്ഞാൽ ഇത് മാറുന്നതാണ്. അതുകൊണ്ട് ഈ ലെയറിന് നമ്മൾ മൂവ്മെൻറ്റിനില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളയുടെ കൂടെയുള്ള മാച്ചിങ് കളർ നോക്കുക. റെഡ് ഗ്രീൻ, അതിനെ നേരെ റെഡിൻ്റെ ഗ്രീനിൻ്റെയും സെൻട്രൽ പ്ലേസ് ചെയ്യുക. നമ്മൾ എന്നിട്ട് ഈ ആൽഗോരിതം ഒരു വട്ടവും കൂടി അപ്ലൈ ചെയ്യുക. റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ഈ ആൽഗോരിതം തന്നെ അപ്ലൈ ചെയ്യാം. ആർ പ്രൈം ഡി പ്രൈം ആർ ഡി. ഓക്കെ, ഇതങ്ങനെ സോൾവ് ആയിട്ടിരിക്കുകയാണ്. ഇനിയുള്ള പീസ് ബ്ലൂ ഓറഞ്ചാണ്. ഇതിനെ നേരെ ബ്ലൂ ഓറഞ്ചിൻ്റെ സെൻറ്ററിൽ കൊണ്ട് ഫിക്സ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ആൽഗോരിതം ഒരു വട്ടം അപ്ലൈ ചെയ്യുക. സെയിം ആൽഗോരിതം നമ്മളൊന്നുകൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് പ്ലേസായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് ലെയർ കംപ്ലീറ്റ് ആയി, അതിൻ്റെ കൂടെ ഇത് മാച്ചാണ്. അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ ലെയറാണ്. രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി നമ്മൾ ഇതിൻ്റെ ഓരോ എഡ്ജ് പീസുകളാണ് സോൾവ് ചെയ്യുന്നത്. അതായത് രണ്ട് കളറുള്ള എഡ്ജ് പീസുകൾ. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിനെ നമുക്ക് ആദ്യം നമ്മൾ ഈ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മളെ ബോട്ടം ലെയറായി പിടിക്കുക. മഞ്ഞ സെൻറ്റർ വരുന്നത് ടോപ്പ് ലെയറായി പിടിക്കുക. ഇങ്ങനെയാണ് നമ്മളിനി ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾക്ക് ലഭിക്കേണ്ടത് യെല്ലോ ഇല്ലാത്ത കോർണർ പീസുകളാണ് നമ്മൾ എടുക്കേണ്ടത്. യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസുകളാണ് നമ്മൾ എടുക്കേണ്ടത്. യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ ടോപ്പ് ലെയറിൽ ഗ്രീനുമാണ്, താഴെ ഓറഞ്ചുമാണ്. അതുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് നോക്കേണ്ടത്, അപ്പം ഈ രണ്ട് സെൻറ്ററാണ് ഓറഞ്ച് ഗ്രീൻ. ഇതിൽ താഴത്തെ ലെയറിൽ ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ച് സെൻറ്ററുമായി മാച്ച് ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളടുത്ത എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്. ഗ്രീൻ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. ഇത് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഇനിയുള്ള ഇതിനെ നമുക്ക് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, അതായത് ഇങ്ങനെ. സോ
നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ആൽഗരിതമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യു പ്രൈം, എൽ പ്രൈം, യു, എൽ. ഇപ്പോൾ ഇത് രണ്ടും കൂടി മാച്ചായി നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം യു, എഫ്, യു പ്രൈം, എഫ് പ്രൈം. ആ പീസ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ എഡ്ജ് പീസ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ യെല്ലോ ഇല്ലാത്ത അടുത്ത എഡ്ജ് പീസ് നോക്കാം. ഇവിടെ ഓറഞ്ച് ബ്ലൂ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, താഴെ ഓറഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ നേർക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ലഭിക്കുന്നത് റൈറ്റ് സൈഡിലാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യേണ്ടത്. കണ്ടോ, റൈറ്റ് സൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ റൈറ്റ് സൈഡ് ആൽഗരിതമാണ് യൂസ് ചെയ്യുന്നത്. ആൽഗരിതം ഇതാണ്: യു ആർ, യു പ്രൈം, ആർ പ്രൈം. അപ്പോൾ ഇവിടെ നമുക്കിതാ ഈ പീസ് സോൾവ് ആയിട്ടിരിക്കുകയാണ്. ഇതിനെ നമ്മളിവിടെ നേരെ കൊണ്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ യു പ്രൈം, എഫ് പ്രൈം, എഫ് പ്രൈം, യു, എഫ്. ഇപ്പോൾ നമ്മളെ എഡ്ജ് പീസ് ഇവിടെ പ്ലേസ് ആയിരിക്കുകയാണ്. ഇതുപോലെ ബാക്കി രണ്ട് എഡ്ജ് പീസുകളും നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് എന്ന് പറയുന്നത് ഗ്രീൻ, റെഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രീനിൻ്റെ നേരെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ആൽഗരിതം ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇത് പ്ലേസ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിനകത്ത് വരുന്നത് സ്ട്രേഞ്ച് സിറ്റുവേഷനാണ്. ഇതിൻ്റെ പീസ് ഇവിടെ തന്നെയാണ്, ഈ പീസ് ഇവിടെ ഫിക്സ് ആവേണ്ടത്. പക്ഷേ ഇവിടെ തന്നെ ട്വിസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, റെഡ് ബ്ലൂ പീസ് തന്നെയാണ്. റെഡ് ബ്ലൂ സെൻറ്ററിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ ഫ്ലിപ്പായിട്ടിരിക്കുകയാണ്. ഇത് ചെയ്യാനായി ആദ്യം നമ്മൾ ഇതിനെ ടോപ്പ് ലെയറിൽ എത്തിക്കുക എന്നതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. അതിനായി ഇതിനെ റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുക. റൈറ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുമ്പോൾ ഈ പീസ് ഇവിടുന്ന് ചാടി നമ്മൾ ടോപ്പ് ലെയറിൽ ലഭിക്കും. ഇനി നമുക്ക് സിമ്പിളാണ്. നേരെ നീലമായിട്ട് മാച്ച് ചെയ്യുക. റൈറ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ രണ്ട് ലെയർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മഞ്ഞ ഫേസ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ലെയറിലുള്ള ബാക്കി പീസുകൾ അറേഞ്ച് ചെയ്യുക. ഇനി അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി 2 ഘട്ടം കൂടി ഉള്ളു. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യെല്ലോയിൽ ഒരു ക്രോസ് ആണ് ചെയ്യേണ്ടത്. നേരത്തെ വൈറ്റിൽ ചെയ്ത പോലെ യെല്ലോയിൽ ഒരു ക്രോസ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതിനായി നമുക്ക് 3 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഒരു സിറ്റുവേഷൻ ഇതാണ്. ഇങ്ങനെ ഒരു എല്ലിനെ നമ്മൾ നമ്മുടെ താഴെ എല്ല് തിരിഞ്ഞ് താഴെ വരുന്ന രീതിയിൽ, ഈ രീതിയിൽ നമ്മൾ ക്യൂബിനെ പിടിക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ എഫ് നേരത്തെ ചെയ്തത് ഇങ്ങനെയാണ്. പക്ഷേ ഈ വട്ടം ചെയ്യാൻ പോകുന്നത് ഈ 2 ലെയറും കൂടി ചേർത്താണ് നമ്മൾ എഫ് ചെയ്യാൻ പോകുന്നത്. എഫ് മാത്രം നമ്മളെ മിഡിൽ ലെയറും എഫ് ലെയറും കൂടി ചേർത്ത് നമ്മൾ ചെയ്യുന്നു. ഇതിനെ സ്മാൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യാം. അൽഗരിതം ഇതാണ്: എഫ് ആർ, യു, ആർ പ്രൈം, യു പ്രൈം, എഫ് പ്രൈം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നേരത്തെ നമ്മൾ ഇവിടെ ഇരുന്ന പീസ് ഇപ്പോൾ ഇവിടെയാണ് പ്ലേസ് ആയിരിക്കുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ അൽഗരിതം അപ്ലൈ ചെയ്യാൻ ഒക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയതുപോലെ തന്നെ
ഒരു ആൽഗരിതം ചെയ്യുക. അതിന് പകരം വേറെ ചേഞ്ചൊന്നുമില്ല, ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ മിഡിൽ ലെയറും ചേർത്ത് എഫ് ഇറക്കിയ സ്ഥാനത്ത് ഇവിടെ സാധാ ചെയ്യുന്ന പോലെ എഫ് ചെയ്യുക. അതിനുശേഷം ആർ പ്രൈം യു പ്രൈം തിരിച്ച് എഫ് പ്രൈം. ഇവിടെ നമുക്കൊരു ക്രോസ് പീസ് അപ്പോൾ അറേഞ്ച് ആവും. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമ്മളിപ്പോൾ ചെയ്യുന്നത് ക്രോസ് ആണ്. ഇനി നമ്മൾക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് ഒരു പീസുകളും സെൻറ്റർ പീസിൻ്റെ കൂടെ ഒരു പീസുകളും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇത് നമ്മൾ എങ്ങനെ വന്നാലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതി, നമ്മളിപ്പോൾ ഉപയോഗിച്ച 2 ആൽഗരിതം നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്കൊരു ക്രോസ് ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഫ് മാത്രമുള്ള സിറ്റുവേഷൻ, എഫ് മാത്രം വെച്ച് ചെയ്ത ആൽഗരിതം ചെയ്യുക. എഫ് ഉപയോഗിക്കുക, ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എല്ല് തിരിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ പഠിച്ചത് അത് കിട്ടും. സോ ഇനി നേരെ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ ചെയ്യുക. എഫും മിഡിൽ ലെയറും കൂടി ചേർത്താക്കുക, തിരിച്ചത് കണക്കാക്കുക. നമുക്കിവിടെ അങ്ങനെ ക്രോസ് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പീസുകൾ പലയിടങ്ങളിൽ വരും, ഇത് കറക്റ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റേജ്. ഇതിനായി നമ്മളിവിടെ ചെയ്യേണ്ടത് ആദ്യം നമുക്കൊരു ഫിഷ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഫിഷ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ടോപ്പ് നമുക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ ഇതാണ് അതിൻ്റെ മുൻവശം. അതിൻ്റെ കൂടെ റൈറ്റ് സൈഡിൽ ഒരു പീസ് വരും, ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു പീസ് വരും. നമ്മളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ വെച്ച് റൈറ്റ് സൈഡിലാണ് നമ്മുടെ പീസ്. സോ നമുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൽഗരിതം റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് ആൽഗരിതം ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. ആർ യു പ്രൈം എൽ പ്രൈം യു ആർ പ്രൈം യു പ്രൈം എൽ. ഇപ്പോൾ നമുക്കിവിടെ മഞ്ഞ സോൾവ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരിടുന്ന സിറ്റുവേഷനാണ് ഫിഷിൽ ലെഫ്റ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡ് ഫേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു പീസ് ലഭിക്കും. അപ്പോൾ നമ്മൾ സെയിം ആൽഗരിതം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ സൈഡ് വൈസ് വ്യത്യാസമുള്ളത് കൊണ്ട് ആൽഗരിതത്തിലൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ എൽ പ്രൈം യു ആർ യു പ്രൈം എൽ യു ആർ പ്രൈം. ഇപ്പോഴും നമുക്ക് മഞ്ഞ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി വരുന്നൊരു കേസ് എന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ക്രോസിൻ്റെ കൂടെ ടോപ്പിൽ രണ്ട് പീസുകൾ അറേഞ്ച് ആയിട്ടിരിക്കും. പിന്നുള്ള പീസ് ഒന്ന് ഇവിടെയും ഒന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയും ഇരിക്കും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ സെയിം ആൽഗരിതം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടെ ക്യൂബ് പിടിക്കുന്ന പൊസിഷനും കൂടി നമ്മൾ നോക്കുക. ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ പീസ് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു ഫിഷ് ഫോമായി കിട്ടും ഇവിടെ. സോ ഫിഷിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന പീസ്, അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആവും. ഇനി ഇവിടെ വരുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഓക്കെ, ഫിഷ് കിട്ടുന്നതിൻ്റെ കൂടെ നമുക്ക് ഒരു പീസും കൂടി ഇവിടെ അറേഞ്ച് ആയിട്ട് കിട്ടുന്നൊരു സിറ്റുവേഷനാണിത്. ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 2 പീസുകൾ താഴത്തെ വരിയിൽ കാണും, അതിനെ നേരെ പിടിക്കുക. അതിൽ ഒരു പീസ് നമ്മളെ ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ മറ്റേ പീസ് നമ്മളെ റൈറ്റ് സൈഡിലായിരിക്കും. ഒരു പീസ് നമ്മളെ ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് പീസ് അറേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ പീസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്.
ക്യൂബ് ഇങ്ങനെ പിടിക്കുക. നമ്മളിപ്പോൾ ഇനി ചെയ്യുന്നത് റൈറ്റ് സൈഡ് ആൽഗരിതമാണ്. റൈറ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിവിടെ ഫിഷ് ഫോം ആവും. ഫിഷിനെ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന പീസ്. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വരുന്ന സിറ്റുവേഷൻ നമുക്ക് വരുന്ന സിറ്റുവേഷനാണ്. ഇവിടെ ക്രോസ് മാത്രമായിരിക്കും, വേറെ പീസൊന്നും ഇതിൻ്റെ കൂടെ അറേഞ്ച് ആയിട്ടില്ല. 2 പീസുകൾ വീതം, അതായത് ഇങ്ങനെ 2 പീസുകൾ നമ്മളെ ഫേസ് ചെയ്ത് വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ 2 പീസുകൾ ചേർന്ന് അറേഞ്ച് ആയിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത കേസ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ 2 സൈഡിനെ നമ്മളെ സൈഡുകളിലായിട്ട് പിടിക്കുക. ഇവിടാണ് ആ പീസുകൾ ഇരിക്കുന്നത്. സൈഡുകളിലായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ ആൽഗരിതം റൈറ്റ് സൈഡ് ആൽഗരിതം ഒന്നുകൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിഷ് ഫോം ആയിരിക്കുകയാണ്. ഫിഷിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്നും കൂടി റൈറ്റ് സൈഡ് ആൽഗരിതം അപ്ലൈ ചെയ്താൽ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസിനകത്ത് വേറെ പീസൊന്നും മാച്ചില്ല. 2 പീസ് നമ്മളെ ഫേസ് ചെയ്തിരിപ്പുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, നേരത്തെ നമ്മൾ ഇതിൻ്റെ ബാക്കിലാണ്, നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് 2 പീസുകൾ കണ്ടതെങ്കിൽ, ഇനി നമ്മൾ നോക്കുമ്പോൾ ഒന്ന് റൈറ്റ് സൈഡ് ബാക്കിലും ഒന്ന് ലെഫ്റ്റ് സൈഡ് ബാക്കിലും കാണും. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ റൈറ്റ് സൈഡ് നമ്മളെ ഫേസ് ചെയ്തിരുന്ന രീതി വെക്കുക. ഈ 2 എണ്ണം മാച്ച് ആയിരിക്കുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഫിഷ് ഫോം ആവും. ഫിഷിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ മഞ്ഞ ഫോമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ലാസ്റ്റ് സിറ്റുവേഷനാണിത്. യെല്ലോയിൽ ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ 5 സിറ്റുവേഷൻസാണുള്ളത്. 5ാമത്തെ സിറ്റുവേഷനാണ് ലാസ്റ്റ് സിറ്റുവേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ക്രോസിൻ്റെ കൂടെ 2 പീസും മുകളിൽ സോൾവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇതിൽ നമ്മൾ നേരത്തെ ഒരെണ്ണം പരിചയപ്പെട്ടത് നമ്മളെ 2 സൈഡിലായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന 2 സൈഡാണ്. ക്രോസിൻ്റെ കൂടെ 2 എണ്ണം സോൾവ് ആയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ താഴത്തെ വരിയിൽ 2 പീസ് ഇതേപോലെ സോൾവായി നമ്മളെ ഫേസ് ചെയ്ത രീതിയിലാണ് നമ്മളിത് ക്യൂബ് പിടിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ആൽഗരിതം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമുക്കിതിലൊരു ഫിഷ് പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഫിഷിൻ്റെ ഫ്രണ്ടിലത്തെ പീസ് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ മഞ്ഞ ഫുള്ള് കംപ്ലീറ്റ് ആക്കാനുള്ള 5 പാറ്റേൺസ് 5 രീതിയിലുള്ളതും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മിക്കവാറുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇതുപോലെ 2 പീസുകൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന 2 പീസുകൾ മാച്ചായിട്ട് വരുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കണ്ടോ, വേറെ ഒരു പീസുകളും മാച്ചായിട്ടില്ല, ഇതുപോലെ മാച്ചായിട്ടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആൽഗരിതമാണ്. അതിനു മുന്നേ ഇത് നമ്മളെ ബാക്ക് സൈഡിൽ പ്ലേസ് ചെയ്യുക. ഈ മാച്ചായിട്ടുള്ളത് ബാക്ക് സൈഡിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഈ ആൽഗരിതം അപ്ലൈ ചെയ്യുക. ആൽഗരിതം ഇതാണ്: R prime F R prime B2 R F prime R prime B2 R2. ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സിറ്റുവേഷനാണ്. നമ്മുടെ ഒരു സൈഡ്, ഏതെങ്കിലും ഒരു സൈഡ് ഇതേപോലെ കംപ്ലീറ്റും, ബാക്കി ഈ 2 ഹെഡ്ലൈറ്റ് പോലെ നിൽക്കുന്ന ഈ 2 പോർഷൻ
ബാക്കിയുള്ള വശങ്ങളിലുമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 പീസുകൾ മാത്രം നമുക്ക് ഇതുപോലെ ലഭിച്ച സ്ഥാനത്ത് 1 പീസുകളും കിട്ടിയില്ലായിരുന്നെങ്കിൽ പോലും എങ്ങനെ വേണമെങ്കിലും ക്യൂബ് പ്ലേസ് ചെയ്യുക. നമ്മൾ ഉപയോഗിച്ച ആൽഗരിതം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ആ സൈഡിനെ നേരെ നമ്മളെ ബാക്കി പിടിക്കുക. ഒന്നും കൂടി സെയിം ആൽഗരിതം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോം ആവുന്നതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ക്യൂബ് പ്ലേസ് ആവുക. അതിലൊന്നെന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ നോക്കാം, ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന വശം ഇവിടെ വലത്തോട്ടാണ് പോകേണ്ടത്. അതേപോലെ വലത്തെ സൈഡിൽ ഇരിക്കുന്ന ഈ ക്യൂബ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇത് നമ്മുടെ ഫ്രണ്ടിലുമാണ് വരേണ്ടത്. അതായത് ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ളത്, ഈ പീസുകളെ പ്ലേസ് ചെയ്യാനുള്ളത്. റൈറ്റ് സൈഡ് ആൽഗരിതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ആൽഗരിതം അപ്ലൈ ചെയ്താൽ നമുക്ക് ക്യൂബ് സോൾവ് ആയി കിട്ടുന്നതായിരിക്കും. നമുക്ക് ആൽഗരിതം എന്താണെന്ന് ചെക്ക് ചെയ്യാം. R U prime R U R U R U prime R prime U prime R2. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യൂബ് നമുക്കിവിടെ സോൾവായി ലഭിച്ചിരിക്കുകയാണ്. ഇനി പറഞ്ഞ ഒരു കേസ് എന്നുള്ളത് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന പീസിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പ്ലേസ് ചെയ്തത്. ഇനി നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലോക്ക് വൈസിലാണ്. അതായത് ഫേസ് ചെയ്തിരിക്കുന്ന പീസ് ഇടത്തെ സൈഡിലാണ് പോവേണ്ടത്. ബാക്കി ഒരു സൈഡ് കംപ്ലീറ്റ് ആയാണ് നമുക്ക് നേരത്തെ ലഭിച്ചത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇതും. ഇതിനെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടതുള്ളത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ആൽഗരിതം ലെഫ്റ്റ് സൈഡ് ആൽഗരിതമാണ്. ആദ്യം L prime U L prime U prime L prime U prime L prime U L U L2. ഇപ്പോഴും നമുക്ക് നമ്മുടെ ക്യൂബ് സോൾവായി ലഭിച്ചിരിക്കുകയാണ്. യെല്ലോ ഫേസ് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ ആൽഗരിതം യൂസ് ചെയ്യുമ്പോൾ 2 ഡിഫറെൻറ്റ് കേസസ് നമുക്ക് വരും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആൽഗരിതം ഉപയോഗിച്ച് തന്നെ കാണിച്ചു തരാം. റൈറ്റ് സൈഡ് ആൽഗരിതമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് വരുന്ന ഒരു പാറ്റേൺ. ഇതിൻ്റെ ടോപ്പ് ലെയറിൽ 2 പീസസ് വീതം എല്ലായിടത്തും സോൾവ് ആയിരിക്കും. ഓരോ പീസ് സെൻറ്ററിലെ പീസുകൾ ഓപ്പോസിറ്റ് സൈഡിൽ പോകേണ്ടതായിരിക്കും. ഇതിനെ നമ്മൾ ക്യൂബ് ഏത് പൊസിഷനിൽ വേണമെങ്കിലും പിടിക്കുക. അതിനുശേഷം റൈറ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് സോൾവായി ലഭിക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ബാക്ക് പൊസിഷനിൽ പിടിക്കുക. ഇത് റൈറ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് റൈറ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്യുക. ക്യൂബ് സോൾവ് ആവും. ഇനി വരുന്നൊരു സിറ്റുവേഷൻ ഇതും 2 സൈഡ് വീതം നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നതിൻ്റെ 2 സൈഡ് വീതം നമുക്ക് സോൾവായിട്ട് ലഭിക്കും. എഡ്ജ് പീസുകൾ സൈഡ് വേസ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നമ്മൾ സെയിം ആൽഗരിതം യൂസ് ചെയ്യുക. റൈറ്റ് സൈഡ് ആൽഗരിതം യൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കുക. അതിനെ നമ്മളെ ബാക്ക് പൊസിഷനിൽ പിടിക്കുക. പിന്നെ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആൽഗരിതം ഉപയോഗിക്കുക. വളരെ സിമ്പിൾ മെത്തേഡാണിത്. ക്യൂബിനെ പറ്റി ഒന്നും അറിഞ്ഞാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. Okay, bye.